ആസാദി വാർത്തയുടെ നൈറ്റ് ഷെക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം. മുഖ്യമന്ത്രിയുടെ 2 ചോദ്യം, കോൺഗ്രസിന് ഉത്തരമുണ്ടോ? പിതാക്കന്മാർ ഊളത്തരം പറയുന്നു, ക്രിസ്ത്യാനി ഇങ്ങനെ കിടന്ന് ചാടണ്ട, അധിക്ഷേപിച്ച് പി സി ജോർജ്. കോഴിക്കോട് ട്രെയിനിന് നേരെ കല്ലേറി വിദ്യാർത്ഥിനിയുടെ താണ്ടിയിൽ പൊട്ടി. UDFിന്റെ വാഗ്ദാനങ്ങൾ, ഡാറ്റ കവർച്ചയ്ക്ക് കനകോലുവിന്റെ തന്ത്രം, പ്രചരിക്കാൻ UDFും. വിദ്യാർത്ഥിയെ വഴക്ക് പറഞ്ഞു, അധ്യാപകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച് രക്ഷകർത്താവ്. ഇനി സഹായമില്ല, എണ്ണ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഹോർമോസ് പിടിച്ചെടുക്കൂ. ബ്രിട്ടനെയും ഫ്രാൻസിനെയും പരിഹസിച്ച ട്രംപ്. കണ്ണൂരിനെ ആവേശത്തിലാഴ്ത്തി രാഹുൽ ഗാന്ധി. 442 പദ്ധതികൾ നടപ്പാക്കി, വാഗ്ദാനങ്ങൾ പാലിച്ചു. KV സുമേഷ് MLA. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോൺഗ്രസ് വാഗ്ദാനം നൽകി വഞ്ചിച്ച 2 സംഭവങ്ങൾ ഓർമ്മിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ യലഹങ്കയിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസ് രാജും വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടത്തിയ പണപ്പിരിവും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. യലഹങ്ക കോഗുലുവിൽ ബുൾഡോസർ രാജിൽ വഴിയാധാരമാക്കിയ കുടുംബങ്ങളുടെ പുനരധിവസിപ്പിക്കും എന്ന വാഗ്ദാനത്തിൽ നിന്ന് കോൺഗ്രസ് സർക്കാർ പിന്നോട്ട് പോയിരുന്നു. യലഹങ്കയിൽ സിദ്ധരാമയ്യ സർക്കാർ വീടുകൾ ഇടിച്ചു നിരത്തിയിട്ട് ഇന്നേക്ക് 101 ദിവസം കഴിഞ്ഞു. ബുൾഡോസർ രാജിനിരയായവർ ടാർപോളിൻ ഷീറ്റുകൾക്ക് കീഴെ അന്തിയുറങ്ങാൻ തുടങ്ങിയിട്ടും അത്രയും ദിവസം തന്നെ വീടുകൾ തകർത്തു. തെരുവാധാരമാക്കിയ പാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിടക്കാനുള്ള ഇടം കോൺഗ്രസ് സർക്കാർ കൊടുക്കാത്തതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്നോ എത്രയെന്നോ ഒരു വിവരവുമില്ല. ആപ്പ് പുറത്തിറക്കി കോൺഗ്രസ് പണപ്പിരിവ് തുടങ്ങിയിട്ട് നാളേക്ക് 590 ദിവസം ആകുകയാണ്. ദുരന്ത ബാധിതർക്കായി പിരിച്ച പണം എവിടെയാണെന്നും അതിൻ്റെ കണക്ക് എന്തിനാണ് കോൺഗ്രസ് മറച്ചുവെക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പിതാക്കന്മാർ ഊളത്തരം പറയുന്നു, ക്രിസ്ത്യാനി ഇങ്ങനെ കിടന്ന് ചാടണ്ട, അധിക്ഷേപിച്ച് പി സി ജോർജ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി FCRAയിൽ ആശങ്ക ഉന്നയിച്ച ബിഷപ്പുമാരെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാവും പുഞ്ഞാർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ പി സി ജോർജ്. എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരുണ്ടെന്നും അവർ ഇതിനപ്പുറവും പറയുമെന്നായിരുന്നു ജോർജിൻ്റെ അധിക്ഷേപം. തലയ്ക്ക് സ്ഥിരത ഇല്ലാത്തവരാണ് FCRAയിൽ ആശങ്ക ഉണ്ടെന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2.25% മാത്രമേ ക്രിസ്ത്യാനിയുള്ളൂ. പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? BJPയുടെ മാന്യത കൊണ്ടാണ് അവരെ ചുമന്ന് കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് പിതാക്കന്മാർ ഊളത്തരം പറയാൻ പാടില്ല, ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ കടുത്ത ആശങ്കയിലാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ബില്ലിനെതിരെ വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. FCRA ഭേദഗതി ബില്ലിൻ്റെ മറവിൽ വസ്തുവകകൾ പിടിച്ച് എടുക്കാനുള്ള ഗൂഢ നീക്കം ന്യൂനപക്ഷ ജനസമൂഹങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ആശങ്കയിലാഴ്ത്തുന്നുവെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചിരുന്നു. വിദേശ സഹായത്തോടെ നിർമ്മിച്ച സ്ഥാപന സ്വത്തുക്കൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് കൈമാറാനുള്ള വ്യവസ്ഥ, ലൈസൻസ് പുതുക്കുകയാൽ യാന്ത്രികമായി രജിസ്ട്രേഷൻ റദ്ദാകുന്നത്, ഭാരവാഹികളുടെ വ്യക്തിഗത ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കൽ എന്നിവ സേവന സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയും പറഞ്ഞു. ക്രൈസ്തവ സഭകൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലയിലാണ് FCRA ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ വിമർശിച്ചത്. ബിൽ ആശങ്ക ഉയർത്തുന്നതാണെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലും ബില്ലിലെ വിവാദ ഭാഗങ്ങൾ നീക്കണമെന്ന് ഇത് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഭേദഗതി നിർദ്ദേശം അപലപനീയമാണെന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും പ്രസ്താവനയിൽ അറിയിച്ചു. കോഴിക്കോട് ട്രെയിനിന് നേരെ കല്ലേറ് വിദ്യാർത്ഥിനിയുടെ താടിയിൽ പൊട്ടി. കോഴിക്കോടാണ് സംഭവം. കല്ലേറിൽ ഗുരുതര പരിക്ക് പറ്റിയ പുറമേരി സ്വദേശി ഐശ്വര്യ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ഐശ്വര്യയുടെ താടിയിൽ പൊട്ടുകയും 2 പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തു. ആലുവ UC കോളേജിലെ വിദ്യാർത്ഥിയാണ് ഐശ്വര്യ. സ്റ്റഡി ലീവിനായി നാട്ടിലേക്ക് വരികയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. സഹയാത്രികർ റെയിൽവേ പോലീസിനെ അറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. RPFും ഫറോക്ക് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വന്ദേ ഭാരത് ട്രെയിനിന് നേരെയും കല്ലേറ് ഉണ്ടായിരുന്നു. UDFിന്റെ മോഹന വാഗ്ദാനങ്ങൾ, ഡാറ്റ കവർച്ചയ്ക്ക്
കനുകോലുവിന്റെ തന്ത്രം പ്രചരിക്കാൻ UDF നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടെ വോട്ടർമാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താൻ കനുകോലുവിന്റെ ഡാറ്റാ തന്ത്രം. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ നൽകുന്ന കാർഡുകൾ വഴി ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോൺ നമ്പറും മറ്റ് സ്വകാര്യ വിവരങ്ങളും ശേഖരിക്കുക എന്നാണ് ഈ നോട്ടീസിലൂടെ UDF ലക്ഷ്യമിടുന്നത്. പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് അണികൾ രംഗത്തുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് ചൂണ്ടിക്കാണിച്ച പുതിയ തട്ടിപ്പ് UDFന്റെ മോഹന വാഗ്ദാനങ്ങളാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ അച്ചടിച്ചിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വീടുകൾ കയറിയുള്ള ഈ വിവരശേഖരണം. നോട്ടീസിനൊപ്പമുള്ള ഫോമിൽ പേര്, വയസ്സ്, മണ്ഡലം, മൊബൈൽ നമ്പർ എന്നിവ പൂരിപ്പിച്ച് നൽകണം. ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറുന്നതായും ഫോം പൂരിപ്പിച്ച് നൽകിയവർക്ക് കമ്പനികളിൽ നിന്നും തുടർച്ചയായി കോളുകൾ വരുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. നേരത്തെ സർക്കാരിനെതിരെ ഡാറ്റ ചോർച്ച ആരോപിച്ച് കോടതിയിൽ പോയവർ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാർക്കി ജനങ്ങളുടെ സ്വകാര്യ ഡാറ്റ ശേഖരിക്കുന്നത് UDFന്റെ ഇരട്ടത്താപ്പ് കൂടിയാണ് തുറന്നു കാണിക്കുന്നത്. UDFന്റെ ഈ പ്രചരണത്തിന്റെ ഭാഗമാകുന്ന സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭിന്റെയും ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചാണ് സ്ത്രീകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധികാരം പിടിക്കാൻ ജനങ്ങളെ കബളിപ്പിക്കുന്ന പുതിയ തട്ടിപ്പിന്റെ രൂപമാണ് ഇന്ദിരാ ഗ്യാരണ്ടി കാർഡ് തട്ടിപ്പും വെട്ടിപ്പും എന്ന ലക്ഷ്യത്തിൽ നിന്നും കോൺഗ്രസ് പിൻവാങ്ങിയിട്ടില്ല എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണിത്. വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞു, അധ്യാപകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച് രക്ഷകർത്താവ്. വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞുവെന്നാരോപിച്ച് അധ്യാപകനെ വീട്ടിൽ കയറി ആക്രമിച്ച് രക്ഷകർത്താവ്. അധ്യാപകനായ പുഷ്പഗിരി കളരിക്കൽ ലിൻസി ജോർജിനെയാണ് ഭാര്യയുടെയും മക്കളുടെയും മുൻപിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. മദ്യലഹരിയിൽ ബൈക്കിലെത്തിയ പുഷ്പഗിരി മാക്കൽ ശരത്ത് ശശി 28 അധ്യാപകനെ ആക്രമിച്ചത്. സ്വകാര്യ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ മകനെ വഴക്കു പറഞ്ഞു എന്നാരോപിച്ച് അധ്യാപകനായ ലിൻസിനെ തിങ്കളാഴ്ച വൈകിട്ട് 4:30 ശരത് മർദ്ദിച്ചത്. ആരടാ കൊച്ചിനെ തല്ലിയെന്ന് ആക്രോശിച്ചായിരുന്നു രക്ഷകർത്താവിന്റെ മർദ്ദനം. ലിൻസ് പണ്ട് ശരത്തിനെയും ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നതാണ് ശ്രദ്ധേയം. ആക്രമണത്തിൽ ശരീരത്തിന് കാര്യമായ ക്ഷതമേറ്റ ലിൻസിനെ തങ്കമണി സഹകരണ ആശുപത്രിയിലും തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തങ്കമണി പോലീസ് അറിയിച്ചു. ജനങ്ങളെ വഞ്ചിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ, വാഗ്ദാനങ്ങൾ ജലരേഖ. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാതെ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത്. സ്ത്രീകൾക്കും കർഷകർക്കുമായി ഒരുപിടി പദ്ധതികളാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചിരുന്നത്. എന്നാൽ അധികാരത്തിലെത്തിയതോടെ ഒന്നുപോലും നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ട് 2 കൊല്ലത്തിന് മുകളിലായി. ഏപ്രിൽ 9 കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആനുകൂല്യം ലഭിക്കാതായതോടെ 86 പേരാണ് ആത്മഹത്യ ചെയ്തത്. സ്ത്രീകൾക്കായി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മഹാലക്ഷ്മി പദ്ധതിയുടെ ഗതിയും മറ്റൊന്നല്ല. പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകിയില്ല. മഹാലക്ഷ്മി പദ്ധതിയിൽ അപേക്ഷിച്ചാൽ 2500 രൂപ സഹായം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അത് പാഴ്വാക്കായി. LPG സിലിണ്ടർ 500 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു മറ്റൊന്ന്. 1-2 തവണയിൽ കൂടുതൽ അത് ആർക്കും കിട്ടിയില്ല. സൗജന്യ ബസ് യാത്ര മാത്രമാണ് ഒരു പേരിനെങ്കിലും നടപ്പാക്കിയത്. മഹാലക്ഷ്മി പദ്ധതി നടപ്പാക്കാത്തതിൽ സ്ത്രീകൾക്കിടയിൽ വലിയ രോഷമാണ് വരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് മാസം 4000 രൂപ നൽകുന്ന പദ്ധതിയും ഇവിടെയും എത്തിയില്ല. ഒരു കുടുംബത്തിൽ 2 മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ 2 പേർക്കും പെൻഷൻ എന്ന കോൺഗ്രസ് പ്രകടന പത്രിക വാഗ്ദാനവും വാക്കുകൾ ഒതുങ്ങി. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ 5 ലക്ഷം നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടായില്ല. വയനാട്ടിലെ ജനതയെ യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച അതേ രീതിയിൽ തെലങ്കാന ജനങ്ങളെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു കോൺഗ്രസ്. ഹിന്ദു പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകാനായി 1 ലക്ഷം രൂപ, 12 ഗ്രാം സ്വർണം എന്ന കല്യാണി ലക്ഷ്മി സ്കീം മുടങ്ങിക്കിടക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹ സഹായം പ്രഖ്യാപിച്ച ഷാദി മുബാറക് പദ്ധതിയിലും 1 പൈസ സഹായം ലഭിക്കുന്നില്ലെന്ന് വ്യാപക പരാതി ഉയരുകയാണ്. കർഷകർക്കും കരാർ കൃഷിക്കാർക്കും വർഷം 15000 രൂപ സഹായം പ്രഖ്യാപിച്ചതും നടപ്പായില്ല. അതേസമയം മുൻ സർക്കാർ നൽകി വന്ന 12000 രൂപ മാത്രം നൽകുന്നുണ്ട്. ഇതിൽ PM കിസാൻ സഹായം ഉൾപ്പെടും. തെലങ്കാന പ്രസ്ഥാന സമരഭടന്മാർക്ക് ഭൂമി നൽകുമെന്ന പ്രധാനപ്പെട്ട വാഗ്ദാനവും കമ്പിളിക്കിടായി. സർവേ പോലും ആരംഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇനി സഹായമില്ല. എണ്ണം വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഹോർമോസ് പിടിച്ചെടുക്കും. ബ്രിട്ടനെയും ഫ്രാൻസിനെയും പരിഹസിച്ച ട്രംപ്.
പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകൾ കാറ്റിൽ പറത്തി സഖ്യകക്ഷികൾക്കെതിരെ വീണ്ടും ട്രംപിന്റെ കടന്നാക്രമണം. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ശക്തമായ നിയന്ത്രണം തുടരുന്നതിനിടയിൽ എണ്ണക്കായി അമേരിക്കയെ ആശ്രയിക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ട്രംപ് പരസ്യമായി പരിഹസിച്ചു. നിങ്ങൾക്കുള്ള എണ്ണ സ്വന്തം നിലയിൽ കണ്ടെത്തൂ എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് സംരക്ഷണം നൽകാൻ അമേരിക്കയ്ക്ക് ബാധ്യതയില്ലെന്ന നിലപാടാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന എണ്ണ കപ്പലുകളിൽ ഭൂരിഭാഗവും ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടേതാണ്. ഇതിന്റെ സുരക്ഷാ ചെലവ് അമേരിക്ക വഹിക്കുന്നത് എന്തിനാണെന്നും ട്രംപ് ചോദിച്ചു. കാലങ്ങളായുള്ള സൈനിക സഖ്യത്തെ മറന്നുകൊണ്ടാണ് ബ്രിട്ടന്റെ ട്രംപ് കടന്നാക്രമിച്ചത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളിൽ ഫ്രാൻസ് ഒട്ടും സഹായിക്കുന്നില്ലെന്നും അവർക്ക് ഉപകാരമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അമേരിക്ക ഇത് ഓർത്തുവെക്കുന്നുവെന്നാണ് ട്രംപിന്റെ ഭീഷണി. കണ്ണൂരിനെ ആധുനിക നഗരമാക്കാൻ LDF. ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിനെ ആധുനിക നഗരമാക്കി മാറ്റുമെന്ന് LDF പ്രകടന പത്രിക. അതിനാവശ്യമായ ഒട്ടേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക ശിക്ഷക് സദനിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രകാശനം ചെയ്തു. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയും പ്രായമാരെയും ചേർത്ത് പിടിക്കുന്ന നൂതന നഗരം സൃഷ്ടിക്കാനാവശ്യമായ പദ്ധതികളാണ് കണ്ണൂരിൽ LDF വിഭാവനം ചെയ്തിരിക്കുന്നത്. മേലച്ചൊവ്വ, മട്ടന്നൂർ, മേലച്ചൊവ്വ കീഴ്ത്തള്ളി റോഡുകൾ വീതി കൂട്ടി ദേശീയപാത നിലവാരത്തിലാക്കും. എല്ലാ പ്രധാന റോഡുകളും മെക്കാഡം ചെയ്യും. കണ്ണൂരിൽ ലോ കോളേജ്, IAS അക്കാദമി, കണ്ണൂർ പോളിയിൽ ഇന്നോവേഷൻ സെന്റർ എന്നിവ ആരംഭിക്കും. എല്ലാ വിദ്യാലയങ്ങളിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കും. സ്റ്റാർ ഹോട്ടലുകൾ തുടങ്ങും. ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമ കേന്ദ്രം, കൂടുതൽ പേ വാർഡുകൾ, പാലിയേറ്റീവ് കേന്ദ്രം, ജില്ലാ ആയുർവേദ ആശുപത്രി വിരിക്കണം, സിറ്റിയിൽ ആയുർവേദ ആശുപത്രി എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു. വഴിയോര ശൗചാലയങ്ങൾ, വയോജന കേന്ദ്രങ്ങൾ, നഗരത്തിൽ ആധുനിക കൺവെൻഷൻ സെന്റർ, കണ്ണൂർ ജവഹർ സ്റ്റേഡിയം, മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, കാനച്ചേരി സ്റ്റേഡിയം എന്നിവയുടെ നവീകരണം എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. PK സബീഷ് സ്വാഗതം പറഞ്ഞു. N ചന്ദ്രൻ, KP സഹദേവൻ, KP സുധാകരൻ, CP സന്തോഷ്, ബാബു ഗോപിനാഥ്, EPR വേശല, രാകേഷ് മന്ദമ്പത്ത്, KP പ്രശാന്ത്, KK ജയപ്രകാശ്, അസ്ലം പിനാക്കൽ, N ഉഷ, P അജികുമാർ, മഹമ്മൂദ് പാലക്കാട്ട് എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മലബാറിലെ ഏറ്റവും മികച്ച വ്യവസായ ഹബ്ബാകും. മലബാറിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള വ്യവസായ ഹബ്ബായി അഴീക്കോട് മണ്ഡലത്തെ രൂപപ്പെടുത്തുന്ന വികസന കാഴ്ചപ്പാടുമായി LDF പ്രകടന പത്രിക. അഴീക്കോട് 2K31 എന്ന പേരിലാണ് 5 വർഷത്തേക്കുള്ള വികസന ചിന്തകൾ അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ പുറത്തിറക്കിയത്. മലബാർ ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് തുറമുഖം പണി പൂർത്തിയാക്കുമെന്നാണ് പത്രികയിലെ ആദ്യത്തെ വാഗ്ദാനം. തുറമുഖ നിർമ്മാണത്തിനായി താല്പര്യപത്രം ക്ഷണിച്ചു. ഈ വർഷം നിർമ്മാണം ആരംഭിക്കുന്ന തുറമുഖം പൂർത്തിയാകുന്നതോടെ വ്യാപാര വാണിജ്യ മേഖലയിലെ കുതിപ്പും തൊഴിലവസരങ്ങൾ സാധ്യമാവും. അഴീക്കൽ മത്സ്യബന്ധനത്തിന്റെ 2ാം ഘട്ട വികസനവും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. പുതിയതെരുവിനെ ആധുനിക ടൗൺഷിപ്പാക്കും. മണ്ഡലത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ബസ് വേ, ഹംപൺ സ്റ്റേഷൻ, ആധുനിക സൗകര്യങ്ങളുള്ള ഓട്ടോ സ്റ്റാൻഡ് എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു. സുകുമാർ അഴീക്കോടിന് ആദരമായി കൾച്ചറൽ സെന്റർ, ചിറക്കൽ ചെറുശ്ശേരി സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവയും പത്രികയിലുണ്ട്. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P ചന്ദ്രൻ അധ്യക്ഷനായി. പ്രകടന പത്രിക EP ജയരാജൻ പ്രകാശനം ചെയ്തു. LDF സ്ഥാനാർത്ഥി KV സുമേഷ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, അരക്കമ്പാലൻ, A പ്രഭാകരൻ, KV ഷക്കീൽ തുടങ്ങിയവർ സംസാരിച്ചു. M പ്രകാശൻ സ്വാഗതം പറഞ്ഞു. 42 പദ്ധതികൾ നടപ്പാക്കി, വാഗ്ദാനങ്ങൾ പാലിച്ചു. KV സുമേഷ് MLA. വാഗ്ദാനങ്ങൾ പാലിച്ചാണ് LDF അഴീക്കോട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് KV സുമേഷ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷത്തിനിടെ 442 പദ്ധതികൾ നടപ്പാക്കി. 5964 കോടി രൂപയുടെ വികസനമാണ് മണ്ഡലത്തിൽ സാധ്യമായത്. വിഴിഞ്ഞ മാതൃകയിൽ മലബാർ ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് തുറമുഖം വരുന്നതോടെ സ്വപ്നതുല്യമായ വികസനമാണ് സാധ്യമാകുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിക്ക് താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു. പുലുപ്പിക്കട വിനോദസഞ്ചാര പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. ആധുനിക കാഴ്ചപ്പാടോടെ ചിറക്കൽ ചിറ നവീകരിച്ചു. ചിറക്കൽ ചിറ പരിസരത്തെ 20 ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ച് തീർത്ഥാടക ടൂറിസം വർദ്ധിക്കുന്ന നടപടികളായി. കാക്കക്കുളങ്ങര പള്ളിയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനായി 1 കോടിയുടെ പദ്ധതി നടപ്പാക്കി. കല്ലൂരിക്കടവിൽ 46 കോടി രൂപ ചെലവഴിച്ച് പാലം തുടങ്ങി. എല്ലാ പ്രാദേശിക റോഡുകളും മിനി മെക്കാഡം റോഡുകളെ വികസിച്ചു. പുതിയതെരുവിനെ ആധുനിക നഗരമാക്കുന്ന പദ്ധതി പ്രകടന പത്രികയുണ്ട്. വളവട്ടണത്ത് വ്യവസായ ഇടനാഴി, മണ്ഡലത്തിൽ നോളജ് ഹബ്ബ്, യുവസംരംഭകർക്ക് സംരംഭകത്വ പരിശീലന കേന്ദ്രം, കൈത്തറി ഗ്രാമപദ്ധതി പൂർത്തീകരണം തുടങ്ങിയവ നടപ്പിലാക്കും. വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മികച്ച വിജയം ഇക്കുറി പ്രതീക്ഷിക്കുന്നതായും KV സുമേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂരിനെ ആവേശത്തിലാഴ്ത്തി രാഹുൽ ഗാന്ധി. യഥാർത്ഥ ഇടതുപക്ഷക്കാരുടെ സ്ഥാനം കോൺഗ്രസിന്റെ വേദിയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കണ്ണൂർ പോലീസ് മൈതാനിയിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ CPM തീവ്ര വലതുപക്ഷമായി മാറിയെന്നും CPM BJP തമ്മിൽ കേരളത്തിൽ കൂട്ടുകച്ചവടമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും CPM യഥാർത്ഥ ഇടതുപക്ഷം അല്ലാതെയായി മാറിയെന്നും BJPയും CPMും കോർപ്പറേറ്റ് പാർട്ടികളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. CPM യഥാർത്ഥ ഇടതുപക്ഷമല്ലാതെയായതിന്റെ തെളിവാണ് 2 ഇട നേതാക്കൾ ഇവിടെ UDF സ്ഥാനാർത്ഥികളായി വേദിയിലിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.
സണ്ണി ജോസഫ് അധ്യക്ഷനായി, കെ സി വേണുഗോപാൽ എം പി, കെ സുധാകരൻ എം പി, അബ്ദുറഹ്മാൻ കല്ലായി, റജുൽ മാക്കിറ്റി തുടങ്ങിയവർ സംസാരിച്ചു. DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് സ്വാഗതവും PT മാത്യു നന്ദിയും പറഞ്ഞു. രാഹുൽ ഗാന്ധി മാങ്ങോട്ടത്തലിന്റെ നിലവാരത്തിൽ താഴരുത്, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന് CPI രാജ്യസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കായിരുന്നു അദ്ദേഹം. ഇടത് BJP ഡീലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് കേവലം 4-5 വോട്ടുകൾ നേടാനുള്ള വെറും വാചകടി മാത്രമാണ്. കേരളത്തിൽ വരുമ്പോൾ രാഹുലിന് പ്രത്യേക സിൻഡ്രോമാണ്. കളിയാക്കളവയോ പേട്ടയോ കടന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM CPM എല്ലാം. സ്വന്തം മുന്നണിയിൽ ഇരിക്കുന്ന പാർട്ടികൾക്ക് BJPയുമായി ബന്ധമുണ്ടെന്ന മര്യാദഘട്ട വാദം ശരിയല്ല. ഇത്തരം വാദം ഉയർത്തുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കൾ ജനങ്ങൾക്ക് മുന്നിൽ അവഹേളിതരാകും. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇടത് പാർട്ടികളെന്ന് അവർ ഓർമ്മിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവാരം രാഹുൽ ഗാന്ധിയിൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ കാലത്തും BJPയുടെ പിന്തുണ വാങ്ങി ജയിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇത്തവണ അദ്ദേഹത്തിന്റെ നിലയും പരിഗണനയിലാണ്. ഒരു മതവർഗീയ വിധ്വംസക സംഘടനകളുമായും തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു ബന്ധവുമില്ല. പോറ്റിയെ കയറ്റിയെ എന്ന പാടുന്നവർ പോറ്റി പെറ്റമ്മയുടെ അടുത്തിരിക്കുന്നതിനെ കൂടി പറയണം. കേരളത്തിൽ 3ാമതും LDF അധികാരത്തിൽ വരുമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും ട്രഷറർ K സതീശൻ നന്ദിയും പറഞ്ഞു.